പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഓ പാവനാത്മാവേ പറന്നിറങ്ങിയിടണേ, നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. നിൻ വിശുദ്ധി എൻ്റെ ഹൃത്തിൽ ഇന്നു നീ നിറയ്ക്കണേ. ഒരു ഇടവകയിൽ കൺവെൻഷൻ നടത്താൻ പോയി. പ്രിയമുള്ളവരെ, അവിടെ മദ്യത്തിന് അടിമപ്പെട്ട ഒരു മനുഷ്യനുണ്ടായി. പള്ളിയുടെ തൊട്ടടുത്ത വീടാണ്. അച്ഛൻ പറഞ്ഞു, അച്ഛൻ ആ നിൽക്കുന്ന മനുഷ്യൻ എവിടെ തൊട്ട് മുറ്റത്ത് ധ്യാനം നടന്നിട്ട് വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അദ്ദേഹം ഒടുക്കത്തെ കുടിയനാന്ന് പറഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു, ചേട്ടാ കൺവെൻഷനൊക്കെ വന്നായിരുന്നു, കൺവെൻഷനൊക്കെ എങ്ങനെയുണ്ട്? ഓ കൺവെൻഷൻ വരാനൊന്നും സമയമില്ലെന്ന് പറഞ്ഞു. ചേട്ടന് കുടിച്ചു കിടക്കാൻ സമയമുണ്ടോ എന്ന് ചോദിച്ചു. ഓ എനിക്ക് ബിസിനസ്സുണ്ട്, എനിക്ക് പല കാര്യങ്ങളുണ്ട്, ധ്യാനത്തിന് വരാൻ സമയമില്ലെന്ന് പറഞ്ഞു. ചേട്ടാ എന്തെങ്കിലും ഒരു ധ്യാനത്തിന് വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞു. ധ്യാനത്തിന് കൺവെൻഷൻ വന്നൊന്നുമില്ല. ഞാൻ കൺവെൻഷൻ കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഭാര്യയും കൂടെ എൻ്റെ മുറിയിലേക്ക് വരിക. ഞാൻ നോക്കുമ്പോൾ വരുമ്പോ മനുഷ്യൻ ചട്ടി വരുന്നത് ഇങ്ങനെയും പിടിച്ചുകൊണ്ട് 3 മാസം കഴിഞ്ഞപ്പോൾ, 1 മാസമല്ല 3 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കാലയിൽ വലിയൊരു കെട്ടുമുണ്ട്. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ഇപ്പോൾ വരാനായിട്ട്? എൻ്റെ അച്ഛ എന്നാലും ഇങ്ങനെയൊന്നും ശപിക്കരുതായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ശപിച്ചൊന്നുമില്ലല്ലോ, ഞാൻ എന്താ ചെയ്തേ? അല്ല അച്ഛൻ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞില്ല എന്തെങ്കിലും അച്ഛൻ്റെ അടുത്തേക്ക് ഞാൻ വരുമെന്ന്, ധ്യാനത്തിന് വരുമെന്ന്. അത് പറഞ്ഞു. ഞാൻ വന്നിരിക്കാമെന്ന് പറഞ്ഞു. വരാൻ എന്താ കാരണം ഉണ്ടായി എന്ന് പറഞ്ഞു. അച്ഛ ആ കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ ഭാര്യ പറഞ്ഞൊരു തേങ്ങ പൊതിച്ച് കൊടുക്കണമെന്ന്. തേങ്ങ പൊതിക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ ഈ കൊച്ച് വെട്ടുകത്തി എടുക്കാതിരിക്കാനായിട്ട് വെട്ടുകത്തി ഭീമയിലാണ് വെച്ചിരുന്നത്. ഞാനതിങ്ങനെ കൈയെത്തിച്ച് എടുക്കാൻ വേണ്ടി നോക്കിയപ്പോൾ അച്ഛ പെട്ടെന്ന് അത് കയ്യിൽ നിന്ന് പിടിവിട്ടിട്ട് കറക്റ്റ് എൻ്റെ കാലിൽ വന്ന് വീണു. എൻ്റെ വിരൽ ശക്തമായ ആഴത്തിൽ മുറിവേറ്റ് വെച്ച 3 മാസക്കാലം ആശുപത്രിയിൽ കിടപ്പായിരുന്നു വെച്ചാൽ ആശുപത്രിയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, 3 മാസക്കാലം ആശുപത്രിയിൽ കിടക്കാൻ ചേട്ടന് സമയം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഒരു ധ്യാനത്തിന് വരാൻ സമയമില്ല. ഓർത്തോ, ഇതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് കൺവെൻഷനും ധ്യാനത്തിന് വരാനൊന്നും സമയമില്ല. നിങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയണേ, നിങ്ങളൊക്കെ തങ്കക്കുടങ്ങളാണ്. ഞാൻ പുറത്തിരിക്കുന്നവരെ കുറിച്ചാണ് പറയുന്നത്. അവസാനം ഇങ്ങനെയൊക്കെ ഓരോ വെട്ടുകത്തികൾ വരുമ്പോഴാണ് ധ്യാനത്തിന് ഓടി വരുന്നത്. ഏതായാലും അതേ ഒരാഴ്ച ധ്യാനം കൂടി ആത്മാവിൽ വിശുദ്ധി വരുത്തി മാനസാന്തരപ്പെട്ടു. അദ്ദേഹം നവീകരണത്തിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് 25ാമത്തെ ബൈബിൾ കൺവെൻഷനിലൂടെ ആത്മാവിൽ വിശുദ്ധി വരുത്തുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക. കർത്താവ് നിങ്ങളുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഈ കൺവെൻഷനിലൂടെ ഒരു അത്ഭുതം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ആത്മാവിൽ വിശുദ്ധി വരുത്തിയാൽ. 2, ഹൃദയത്തിൽ വിശുദ്ധി വരുത്തി തമ്പുരാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ വിശുദ്ധി വരുത്തുക. അനന്ത ഹൃദയത്തിൽ പാപം ഇരിക്കുന്നു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുവചനത്തിൽ ഈശോ പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കണ്ടെത്തുക. ഹല്ലേലൂയ. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. എന്തെന്നാൽ അവർ ദൈവത്തെ കണ്ടെത്തുക. ഹല്ലേലൂയ. 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 ഹൃദയത്തിൽ പാപം ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിന്റെ ഹൃദയത്തിൽ വിശുദ്ധിയുണ്ടെങ്കിൽ നീ ഭാഗ്യമുള്ള വ്യക്തി, നീ ദൈവത്തെ കണ്ടെത്തും. പ്രൈസ് ദി ലോർഡ്. 1 പത്രോസ് 3:15 ക്രിസ്തുവിനെ കർത്താവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കുവിൻ. നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തുവിനായിരിക്കണം 1-ാം സ്ഥാനം കൊടുക്കേണ്ടത്. തമ്പുരാന് കൊടുക്കേണ്ട ആ സ്ഥാനം വിശുദ്ധർക്കോ വ്യക്തികൾക്കോ വസ്തുക്കൾക്കോ സൗന്ദര്യത്തിനോ
പഠനത്തിനോ ആരോഗ്യത്തിനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പണത്തിനോ കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ വിഗ്രഹം ഇരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് പലരൊക്കെ പ്രസംഗിക്കുന്നുണ്ട്. ദേവാലയങ്ങളിൽ സ്വരൂപങ്ങൾ വെക്കുന്നത്, രൂപങ്ങൾ വെക്കുന്നത്, ഫോട്ടോകൾ വെക്കുന്നത് വിഗ്രഹാരാധനയെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ പറയും, ബൈബിൾ മനസ്സിലാക്കാഞ്ഞിട്ടാ. വിഗ്രഹം എവിടെ ഇരിക്കുന്നു എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. ഇതാർക്കും പറഞ്ഞു കൊടുത്തു. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ. ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരിൽ ചിലർ വന്ന് എൻ്റെ മുൻപിലിരുന്നു. എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. എസെക്കിയേൽ പറയുക, എനിക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. അരുളപ്പാട് എന്താ? മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മനുഷ്യപുത്ര, ഇവർ വിഗ്രഹങ്ങളെ തങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. വീണ്ടും എഴുതി വച്ചിരിക്കുകയാണ്, അവരുടെ പാപഹേതുക്കൾ അവരുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിഗ്രഹങ്ങൾ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. ഇത് വിഗ്രഹമല്ല, ഇത് വിശുദ്ധ വിൻസെന്റ് പോളിന്റെ ഛായയിലുള്ള ഒരു സ്വരൂപമാണ്, ഒരു രൂപമാണ്. ഇത് വിഗ്രഹമല്ല, വിഗ്രഹ ഹൃദയത്തിലാണ് ഇരിക്കുന്നത്. യേശു ക്രിസ്തുവിന് കൊടുക്കേണ്ട സ്ഥാനം, തമ്പുരാന് കൊടുക്കേണ്ട സ്ഥാനം മറ്റെന്തിനെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പേരാണ് വിഗ്രഹാരാധന. അതുകൊണ്ടാണ് ജോയൽ 2:13 ദൈവം പറഞ്ഞത്, നിന്റെ വസ്ത്രമല്ല ഹൃദയത്തെയാണ് കീറേണ്ടത്. വസ്ത്രം കീറിയിട്ട് കാര്യമൊന്നുമില്ല, നിന്റെ ഹൃദയത്തെ കീറണം. കാരണം ഹൃദയത്തിൽ വിഗ്രഹം ഇരിക്കുന്നു. ഒന്ന് ഹല്ലേലൂയ പറയോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയരെ, ഈ ഇരിക്കുന്ന സഹോദരനോട്, സഹോദര, ഈ വിശുദ്ധ വിൻസെന്റ് പോളിന്റെ സ്വരൂപമെടുത്ത് ഒന്ന് സാക്ഷ്യത്തിൽ കൊണ്ട് വെക്കാമോ എന്ന് ചോദിച്ചാൽ 1/2 മിനിറ്റ് കൊണ്ട് ഈ ചട്ടിന് തൂക്കിയെടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കും. എന്ന് പറഞ്ഞാൽ, പ്രിയമുള്ളവരെ, ഈ പള്ളിയിൽ വെച്ചിരിക്കുന്ന, നമ്മുടെ ഭവനങ്ങളിൽ വെച്ചിരിക്കുന്ന ഈ സ്വരൂപങ്ങൾ, ഈ ഫോട്ടോകൾ എടുത്തു മാറ്റാൻ എളുപ്പമാണ്. എന്നാൽ ഹൃദയത്തിലിരിക്കുന്ന വിഗ്രഹങ്ങൾ എടുത്തു മാറ്റാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ദൈവം പറഞ്ഞത്, നിന്റെ വസ്ത്രമല്ല, നിന്റെ ഹൃദയത്തെ നീ കീറുക. നിന്റെ ഹൃദയത്തിലാണ് വിഗ്രഹം ഇരിക്കുന്നത്, ഇത് വിഗ്രഹമല്ല. ബോംബെയിലെ ഒരു വലിയ ബിസിനസ്സുകാരനെ എനിക്കറിയാം. വലിയ ഫാക്ടറി, വലിയ ബിസിനസ്സുകാരൻ. ഇദ്ദേഹം ധ്യാനത്തിന് വന്നപ്പോൾ പങ്കുവെച്ചൊരു കാര്യമാണ് പറയുന്നത്. അദ്ദേഹം ധ്യാനത്തിന് വരാൻ തന്നെ ഒരു പ്രത്യേക കാരണം ഉണ്ടായിരുന്നു. കോടീശ്വരനാണ്. ഇദ്ദേഹം വിവാഹം ചെയ്തത് മിസ് ഗോവയാണ്, ഗോവയിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ. ഈ മനുഷ്യൻ പറയുമായിരുന്നു, അച്ചോ, ഞാൻ അവളെ വിവാഹം ചെയ്തതിന് ശേഷം അവളെയും കൊണ്ട് എനിക്ക് പുറത്തു പോകുക വളരെ ഹരമായിരുന്നു. അതെന്താ? അച്ഛൻ എൻ്റെ ഭാര്യയെ കാണുമ്പോൾ എല്ലാവരും ഹായ് 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 പറയും. അപ്പോൾ എനിക്ക് വളരെ അഭിമാനമായിരുന്നു. ഈ ഗോവയിലെ ഏറ്റവും സുന്ദരിയാണല്ലോ എൻ്റെ കൂടെയുള്ള എൻ്റെ ഭാര്യ. എൻ്റെ ജീവിതത്തിൽ ഭാര്യയായിരുന്നു എനിക്ക് വലുത്. അവളെ കൊണ്ട് നടക്കുന്നതായിരുന്നു എനിക്ക് സന്തോഷം. ഞാൻ പള്ളിയിൽ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, തമ്പുരാനെ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് നടക്കാറില്ല. ഒരു ദിവസം ഓഫീസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിലെ വേലക്കാരി വിളിച്ചു, ചേട്ടാ എത്രയും പെട്ടെന്ന് ഇന്ന ഹോസ്പിറ്റലിലേക്ക് വരിക. എന്തിയേ? ഗ്യാസ് പൊട്ടിത്തെറിച്ചിരിക്കുന്നു, ചേച്ചിക്ക് അപകടം വന്നിരിക്കുന്നു, മിസ് ഗോവയ്ക്ക് അപകടം വന്നിരിക്കുന്നു, ശരീരം പൊള്ളലേറ്റിരിക്കുന്നു, വളരെ സീരിയസ് ആണ്, എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരിക. അച്ഛോ, ഞാൻ ഓഫീസിൽ നിന്ന് ഓടിയെത്തി ICയുടെ മുൻപിൽ എത്തിയപ്പോൾ ഡോക്ടർ പുറത്തേക്ക് വരുന്നു. ഡോക്ടറോട് ചോദിച്ചു, എൻ്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? നിങ്ങളാരാ? ഭർത്താവാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സോറി, ഷീ ഈസ് നോ മോർ. ഈ മനുഷ്യൻ പറയേ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്ഥാനം കൊടുത്തിരുന്നത് എൻ്റെ ഭാര്യയ്ക്കാണ്. അവൾ മരിച്ചു, അവളെ നഷ്ടപ്പെട്ടു. അതിനുശേഷം എൻ്റെ കൺട്രോൾ മുഴുവനും പോയി. ഞാൻ മദ്യപിക്കാൻ തുടങ്ങി, ഞാൻ പുകവലിക്കാൻ തുടങ്ങി, ഞാൻ ഓഫീസിൽ എത്തിക്കാതെയായി, എൻ്റെ ബിസിനസ്സിൽ
വലിയ തകർച്ച വന്നു. അങ്ങനെ ഞാൻ നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ചോ, എൻ്റെ ദേശത്തുള്ള പ്രാർത്ഥന ഗ്രൂപ്പുകാരാ എന്നെ ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്കൊരു സത്യം മനസ്സിലായി. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ഭാര്യയ്ക്കാണ് ഞാൻ സ്ഥാനം കൊടുത്തത്. ഈ ഭാര്യയെ എനിക്ക് തന്ന തമ്പുരാന് എൻ്റെ ഹൃദയത്തിൽ ഞാൻ സ്ഥാനം കൊടുത്തില്ല. എനിക്ക് തെറ്റുപറ്റി. എൻ്റെ ഹൃദയത്തിൽ അവൾക്ക് സ്ഥാനം കൊടുത്തു. അവൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കത് താങ്ങാൻ പറ്റിയില്ല. എൻ്റെ ജീവിതവും തകരാറിലായി. എനിക്ക് മനസ്സിലായി, എൻ്റെ ഭാര്യയാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാമത്. പക്ഷേ എനിക്ക് തെറ്റുപറ്റി. ഞാൻ ഈശോയ്ക്കായിരുന്നു ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അദ്ദേഹം ചങ്കത്ത് കൈവച്ച് പൊട്ടിക്കരഞ്ഞോട് പറഞ്ഞു, അച്ചോ, എൻ്റെ തെറ്റിനെ ഓർത്ത് ഞാൻ അനുതപിക്കുന്നു. ഇനി എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കും. എൻ്റെ ഈശോയ്ക്ക് ജീവിതത്തിൽ ഞാൻ ഒന്നാം സ്ഥാനം കൊടുക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ആ കോടീശ്വരൻ പ്രിയമുള്ളവരെ തമ്പുരാന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നു. ഇന്ന് ആ കോടീശ്വരൻ ഒത്തിരി ആത്മീയമായിട്ട് വളർന്നു കഴിഞ്ഞു. വിളിക്കുന്ന ഓരോ വ്യക്തിയും, എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണേ, നിന്റെ ഹൃദയത്തിൽ ആർക്കാണ് നീ സ്ഥാനം കൊടുത്തിരിക്കുന്നത്? യേശുക്രിസ്തുവിനാണോ? അതോ വിശുദ്ധർക്കാണോ? വ്യക്തികൾക്കാണോ? സൗന്ദര്യത്തിനാണോ? പഠിപ്പിനാണോ? സമ്പത്തിനാണോ? പണത്തിനാണോ? യേശുവിന് കൊടുത്തിട്ടില്ലെങ്കിൽ നിന്റെ ഹൃദയത്തിൽ വിശുദ്ധി വരുത്താം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. ചില വ്യക്തികൾ ജീവിതത്തിൽ പണത്തിനാണ് ഒന്നാം സ്ഥാനം കൊടുക്കുന്നത്. അതുകൊണ്ട് കൊളോസ്സസ് 3:5 തമ്പുരാൻ പറയുന്നത്, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തിയെ നീ ദൂരെ എറിയുക. ഹല്ലേലൂയ. എന്താ വചനം പറഞ്ഞത്? വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തിയെ നീ ദൂരെ എറിയുക. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിക്ക് ജീവിതത്തിൽ 3 തകർച്ചകൾ വരുമെന്ന് 1 തീമോത്തി 6 6 മുതൽ 10 വരെയുള്ള വചനങ്ങളിൽ എഴുതി വച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചോട്ടോ. 1 തീമോത്തി 1 6:10 ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുന്നവന് ദൈവഭക്തി വലിയൊരു നേട്ടമാണ്. കാരണം നാം ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാനും നമുക്ക് സാധിക്കുകയില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാനാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിൽ നിബന്ധിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനും ഒട്ടേറെ വ്യതകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. ശ്രദ്ധിച്ചു. ഒരു വ്യക്തി ജീവിതത്തിൽ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ, ഹൃദയത്തിൽ പണത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ 3 തകർച്ചകൾ. 1, ഉള്ളത് കൊണ്ട് ഒരിക്കലും അവന് തൃപ്തി വരികയില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എത്ര കോടി രൂപ കയ്യിലുണ്ടായാലും മതിയെന്ന് അവർ ജീവിതത്തിൽ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരിക്കലും മതിയെന്ന് പറയില്ല. ഉള്ളത് കൊണ്ട് ഒരിക്കലും തൃപ്തി വരില്ല. ഇനി എങ്ങനെ ഉണ്ടാക്കണം. വലിയ സ്വർണ്ണക്കടക്കാരനാണെങ്കിലും ഇഷ്ടംപോലെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കുന്ന ടൈമാണെങ്കിലും ഇഷ്ടംപോലെ കൊയ്തെടുക്കുന്നുണ്ടെങ്കിലും വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാതെ ഊട്ടുമുറിയിൽ വന്നു കഴിഞ്ഞാലും മക്കളോട് ഇനി എങ്ങനെ കുറച്ചുകൂടെ ബിസിനസ് വലുതാക്കാം. അതാ പറഞ്ഞ് ഉള്ളത് കൊണ്ട് തൃപ്തി വരികയില്ല. 2, പ്രലോഭനത്തിലും കെണിയിലും അവൻ അകപ്പെടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഒരു ചേട്ടൻ്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് വന്നു. എന്താ ചേട്ടാ കരയണേ? അച്ഛാ, ഇതെങ്ങനെ ഭാര്യയോട് പറയും? എന്ത് പറയും? എന്താ പ്രശ്നം? അല്ല, ഭാര്യയോട് ഞാൻ എങ്ങനെ പറയുമെന്ന് എനിക്ക് ഡൗട്ട്. അതെന്താ? എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല. അതെന്താ? ഈ മനുഷ്യൻ കാര്യം പറയുന്നില്ല. പൊന്നിയേട്ട കാര്യം പറയാൻ പറഞ്ഞു.
എൻ്റെ അച്ഛ, എനിക്ക് മലബാറിൽ കുറേ സ്ഥലമുണ്ടായിരുന്നു. ഞാനിങ്ങനെ അവിടെ സ്ഥലമൊക്കെ വിറ്റ് പണവുമായിട്ട് നാട്ടിലേക്ക് വരിക, ഇവിടെ വല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, കുറേ പണം ഉണ്ടാക്കാം, ഇങ്ങനെ എനിക്ക് ജീവിതത്തിൽ കുറേ ധനവാനാകണമെന്ന് വലിയ ആഗ്രഹിക്കുകയായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പണവുമായിട്ട് ഞാൻ വരികയാണ്. മലബാറിൽ നിന്ന് നാട്ടിലേക്ക് വരുന്നത്. ഈ ദേശത്ത് എവിടേക്കാണെന്നാണ് തോന്നണത്. അച്ഛൻ സന്ധ്യയായി, എൻ്റെ കയ്യിൽ ലക്ഷങ്ങളുണ്ട്, കാറിലാണ് വരുന്നെങ്കിലും രാത്രിയാണ്. അതുകൊണ്ട് രാത്രിയുള്ള യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരു ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാമെന്ന് വിചാരിച്ച് പാർക്കിംഗ് ഏരിയയിൽ കാറുമായിട്ട് ചെന്നു. അവിടെ കാറ് നിർത്തി പുറത്തിറങ്ങിയപ്പോൾ ഇരുട്ടിൽ നിന്ന് ഒരു പെണ്ണുമ്പിള എൻ്റെ അടുക്കലേക്ക് വന്നു. എന്നെ ചിരിച്ച് കാണിക്കാൻ തുടങ്ങി, എന്നെ മയക്കി. അവൾ എന്നോടൊത്ത് ഇന്ന് രാത്രി കഴിയാമെന്ന് പറഞ്ഞു. അവളെൻ്റെ ബാഗും എൻ്റെ പണമൊക്കെ കണ്ടപ്പോഴൊക്കെ ആയിരിക്കും. എന്നിട്ട് പറയുക, അച്ഛോ ഞാൻ അവളുമൊത്ത് രാത്രി ആ ഹോട്ടലിൽ താമസിച്ചു. നേരം വെളുത്തപ്പോൾ എനിക്ക് ആദ്യം ഒരു ചായ കിട്ടണം, പിന്നെ പത്രം വായിക്കണം. അവളോട് ഞാൻ പറഞ്ഞു, നീ ഇവിടെ വിശ്രമിച്ചോ, ഞാൻ പോയി ചായ കുടിച്ച് ഞാൻ പത്രം വായിച്ചിട്ട് പത്രം വാങ്ങി തിരിച്ചു വരാൻ, നിനക്ക് ചായയായിട്ട് വരാമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ താഴെ പോയി. തിരിച്ചു വന്നപ്പോഴേക്കും അവളെയും കാണുന്നില്ല, എൻ്റെ ബാഗും കാണുന്നില്ല. ലക്ഷങ്ങളാച്ചോ പോയത്. വലിയ സ്വപ്നമായിരുന്നു. ആ പണവുമായിട്ട് നാട്ടിൽ വന്ന് ബിസിനസ് ചെയ്യണം, കുറേ പണം ഉണ്ടാക്കണം, ജീവിതത്തിൽ വലിയ ധനവാനാകണം. എൻ്റെ വലിയ ആഗ്രഹം അതായിരുന്നു. പക്ഷേ ഒരു സ്ത്രീ ചിരിച്ച് കാണിച്ചപ്പോൾ അതിൽ അദ്ദേഹം വീണുപോയി. ഇപ്പം എല്ലാം നഷ്ടപ്പെട്ടു. എന്നിട്ട് ഡിവൈനിൽ വന്നതാണ്. ഞാൻ ഡിവൈനിലായിരിക്കുമ്പോഴാണ്, അച്ഛാ എനിക്ക് വീട്ടിൽ പോകാൻ പറ്റില്ല, എൻ്റെ ഭാര്യയോട് ഞാനിതെങ്ങനെ പറയും? കഴിഞ്ഞ രാത്രി ഒരു പെണ്ണിൻ്റെ കൂടെ ജീവിച്ചു, അവൾ പണം തട്ടിക്കൊണ്ടുപോയിന്ന് ഞാൻ എങ്ങനെ എൻ്റെ ഭാര്യയോട് പറയും? അച്ഛാ എനിക്ക് ആത്മഹത്യ ഒരു വഴിയുള്ളൂ. പ്രലോഭനത്തിലും കെണിയിലും അകപ്പെടും പണത്തിൻ്റെ പിന്നാലെ പോകുമ്പോൾ. 3, വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കും. അതെഴുതി വച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വിശ്വാസ ജീവിതത്തിൽ നിന്ന് വ്യതിചലിക്കും. പണത്തിൻ്റെ പിന്നാലെ പോകുന്ന വ്യക്തിക്ക് കുടുംബത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് സമയമുണ്ടാകില്ല, ഞായറാഴ്ച പള്ളി പോകാൻ സമയമുണ്ടാകില്ല, കുമ്പസാരിക്കാൻ സമയമുണ്ടാകില്ല. അവന് വിശ്വാസ ജീവിതമില്ല. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ പണത്തിനാണോ 1-ാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? എങ്കിൽ ഹൃദയത്തിൽ പണമെന്ന വിഗ്രഹമാണ്. ഈശോ പറയുന്നു, നിന്റെ ഹൃദയത്തിൽ നീ വിശുദ്ധി വരുത്തുക. 25-ാമത്തെ ബൈബിൾ കൺവെൻഷനിൽ ഇന്ന് വിളിക്കുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കുക, എൻ്റെ ഹൃദയത്തിൽ യേശുവാണോ, അത് എൻ്റെ ഹൃദയത്തിൽ മറ്റെന്തെങ്കിലുമാണോ? എങ്കിൽ ഇന്ന് വിശുദ്ധി വരുത്തുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. 3, ശരീരത്തിൽ വിശുദ്ധി വരുത്തുക. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ നിന്റെ ശരീരത്തിൽ നീ വിശുദ്ധി വരുത്തുക. ശരീരത്തിൽ ചെയ്ത പാപത്തെ ഓർത്ത് പശ്ചാത്തപിച്ച് ആ പാപത്തെ ഉപേക്ഷിക്കുക. പ്രിയമുള്ളവരെ, വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത് ഈ ശരീരം എന്താണെന്ന്. ഇത് ദൈവത്തിൻ്റെ ആലയം, ക്രിസ്തുവിൻ്റെ അവയവം, പരിശുദ്ധാത്മാവിന്റെ വാസസ്ഥലം. 1 കൊരിന്തോസ് 3-ാം അധ്യായത്തിൽ 16-17 വചനങ്ങൾ. നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവരെ ഞാനും നശിപ്പിക്കും. എന്തെന്നാൽ ആ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ഹല്ലേലൂയ. സത്യം പറ, ഹല്ലേലൂയ. എന്താ വചനത്തിൽ പറയുന്നത്? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ഈ ശരീരം ദൈവം വസിക്കുന്ന സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലേ? ഈ ശരീരം ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു. ഇതിൽ എഴുതി വച്ചിരിക്കുകയാണ്, ദൈവത്തിൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കും. ദൈവത്തിൻ്റെ ആലയമായ ശരീരത്തിൽ പാപം ചെയ്യുന്നവനെ ഞാനും നശിപ്പിക്കും. എന്തെന്നാൽ ആ ആലയം പരിശുദ്ധമാണ്, ദൈവം വസിക്കുന്നതാണ്, ആത്മാവ് വസിക്കുന്നതാണ്. ആ ആലയം നിങ്ങൾ തന്നെ. വീണ്ടും 1 കൊരിന്തോസ് 6:15 നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? അത് നിനക്ക് വേശ്യയുടെ അവയവമാക്കാമെന്നോ? ഒരിക്കലുമില്ല. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ?
ക്രിസ്തുവിൻ്റെ അവയവങ്ങൾ എനിക്ക് വേശ്യയുടെ അവയവങ്ങളാക്കാമെന്നോ ഒരിക്കലുമില്ല. ഇത് ക്രിസ്തുവിൻ്റെ അവയവം, ഇത് ദൈവം വസിക്കുന്ന സ്ഥലം, ഇത് പരിശുദ്ധാത്മാവ് വസിക്കുന്ന സ്ഥലം എങ്കിൽ 1 കൊരിന്തോസ് 6:19-20 നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? പരിശുദ്ധാത്മാവിൻ്റെ ആലയം നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ഹല്ലേലൂയ. നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും വില കൊടുത്ത് വാങ്ങിയത് യേശുക്രിസ്തുവിനെ കാൽവരി മലയിൽ കുരിശിൽ എനിക്ക് നിങ്ങൾക്കും രക്ഷ തരാൻ വേണ്ടി യേശുക്രിസ്തുവിനെ വിലയായി കൊടുത്ത് വാങ്ങിയതാണെങ്കിൽ ഈ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക. വീണ്ടും 1 കൊരിന്തോസ് 7:23 നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, നിങ്ങൾ മനുഷ്യരുടെ അടിമകളായി തീരരുത്. ഒന്ന് ഹല്ലേലൂയ പറയോ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ഈ ശരീരത്തിൽ നിങ്ങൾ ഒരു മനുഷ്യനും അടിമയാകരുത്. കൊളോസ് 3:11 ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. ഹല്ലേലൂയ. 1 തെസ്സലോനി 4:5 വചനങ്ങൾ. 1 തെസ്സലോനി 4:5 വചനങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് അടിമപ്പെടരുത്. ഒരു അപ്പനും അമ്മയും ഒരു മകളും കൂടെ ധ്യാനിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പിള്ളേരെ ക്രിസ്മസിൻ്റെ അന്ന് ഈ അപ്പനും അമ്മയും കൂടെ ഈ മകളെയും കൂട്ടി എൻ്റെ മുറി വന്നിരിക്കുക. ഈ മകൾക്ക് ഒരു കുഴപ്പമില്ല, വളരെ കൂളായിട്ടിരിക്കുന്നു. അപ്പനും അമ്മയും ഇരുന്ന് പൊട്ടിക്കരയുക. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? അച്ചോ, ഞങ്ങൾക്ക് ഒരേ ഒരു പെൺകുഞ്ഞിനെ തന്നിട്ടുള്ളൂ. ഒരാണൊരു പെണ്ണ്, ആണൊന്ന് പെണ്ണൊന്ന്. അച്ചോ, ഇവള് ഈ കോയമ്പത്തൂര്, ഇവള് എഞ്ചിനീയറിംഗ് പഠിക്കുന്നവളാ. അച്ചോ, 2 ആഴ്ചക്കാലം ഇവൾക്ക് ഞങ്ങൾക്ക് ഇവളെ നഷ്ടപ്പെട്ടു. ഇവള് ഹോസ്റ്റലിലാ. 2 ആഴ്ചക്കാലം വേറൊരു കോളേജിൽ പഠിക്കുന്ന ഒരുത്തിനുമൊത്ത് ഇവൾ ഒളിച്ചോടി തെറ്റായ ജീവിതം നയിച്ചു. പോലീസ് വഴി ഞങ്ങൾ കണ്ടെത്തി കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അച്ഛാ, ഇവിടെ ഒന്ന് കൗൺസിലിംഗ് കൊടുത്ത് ശരിയാക്കി തരണം. പ്രൈസ് ദി ലോർഡ്. ശരി, നിങ്ങൾ ധ്യാന ഹാളിൽ പൊക്കോ, ഞാൻ ഇവളുമായിട്ട് സംസാരിക്കട്ടെ. ഞാൻ ചോദിച്ചു, മോളെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ അപ്പനും അമ്മയും പറഞ്ഞില്ലേ? എന്നെ ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞില്ലേ? ആ പറഞ്ഞു. ഇവളെന്നോട് ചോദിക്കുക, അച്ഛൻ എന്നെ ഇഷ്ടമാണോ? തമ്പുരാൻ കർത്താവേ, അച്ഛൻ എന്നെ ഇഷ്ടമാണ്. ഒരുത്തിൻ്റെ കൂടെ 2 ആഴ്ച പോയ ഒരുത്തി എന്നോട് ചോദിക്കണം, അച്ഛൻ എന്നെ ഇഷ്ടമാണെന്ന്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പ്രശ്നം, ഇഷ്ടമല്ലെന്ന് പറഞ്ഞാലും പ്രശ്നം. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ അത് വലിയ പ്രശ്നമായിത്തീരും. അത് നിങ്ങൾക്കറിയാം. ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇവിടെ എഴുന്നേറ്റ് പോകുന്ന 100% ഉറപ്പുണ്ട്. തമ്പുരാൻ ഈ പെങ്കൊച്ചിനോട് ഞാൻ എന്ത് പറയണം? വളരെ ഗൗരവമുള്ളൊരു ചോദ്യം ചോദിച്ചേക്കണേ. തമ്പുരാൻ പറഞ്ഞു ഇഷ്ടമാണെന്ന് പറഞ്ഞോളെ. ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. അച്ഛനും ഇഷ്ടമാണോ? അതെ. എങ്കിൽ അച്ഛനൊരു കാര്യം ചെയ്യും, പെട്ടെന്ന് അപ്പനും അമ്മേനെ വിളിച്ചിട്ട് അപ്പോഴും അമ്മയുടെ പറ, അവനെ മാത്രം മതി, എനിക്ക് അവനെ മാത്രം മതി എന്ന് പെട്ടെന്ന് പറ. അച്ഛാ, ടൈം വേസ്റ്റ് ആകാൻ പാടില്ല. ഞാൻ എങ്ങനെ പറയും? നന്നാക്കാൻ കൊണ്ടിട്ടേക്കുമല്ലേ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വിളിച്ച് പറയും. അതിനുമുമ്പ് എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. നീ ശരിക്കും ഉത്തരം തരണം. എന്താച്ചാ, നീ ക്രിസ്ത്യാനിയാണോ? അതെ. നീ കത്തോലിക്കയാണോ? അതെ. നീ അവനുമായിട്ട് തെറ്റായ ജീവിതം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട്.
കത്തോലിക്ക ആചാരപ്രകാരം ഇങ്ങനൊരു തെറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം കൊച്ചെന്ന് ചോദിച്ചു. കുമ്പസാരിക്കണം. അവിടെ ഒരു താത്ത ഫാദർ പള്ളിയിൽ നിന്ന് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നുണ്ട്. വയസ്സായ ഒരു ഫാദർ, താത്ത ഫാദർ എന്ന് പറയും തമിഴിൽ. പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പനും അമ്മേനെ വിളിച്ച് പറയാമെന്ന് പറഞ്ഞു. ഓക്കെ, അവൾ വളരെ കൂളായിട്ട് പോയി. പെട്ടെന്ന് കുമ്പസാരം കഴിഞ്ഞ് തിരിച്ചു എന്ന് വെച്ചാൽ ഞാൻ അച്ഛൻ പറഞ്ഞതനുസരിച്ചു, കുമ്പസാരിച്ചു. അപ്പനും അമ്മേനെ വിളിച്ച് പറയാം. ഞാൻ പറയാം ഇനിയുണ്ടെന്ന് പറയും. എന്താണെന്ന് ചോദിച്ചു. കുമ്പസാരിച്ചല്ലോ? ഉവ്വ. പാപമോചനം നേടിയല്ലോ? ഉവ്വ. ഇനി കുമ്പസാരിച്ച് കഴിഞ്ഞാൽ കത്തോലിക്ക ആചാരപ്രകാരം എന്ത് ചെയ്യണം കൊച്ചേ? കുർബാന സ്വീകരിക്കണം. ഇന്ന് 3 മണി തൊട്ട് 4:30 വരെ കുർബാനയുണ്ട്. കുർബാനയിൽ പങ്കെടുത്ത് കുർബാന സ്വീകരിച്ചിട്ട് നീ എൻ്റെ അടുത്ത് വരിക. ഓക്കെ ഫാദർ. അവൾ പോയി. 4:30 കുർബാന കഴിഞ്ഞ് കുർബാന സ്വീകരിച്ച് നേരെ എൻ്റെ മുറിയിലേക്ക് അവൾ വന്നത്. തമ്പുരാൻ അവൻ്റെ വരവ് കാണുമ്പോഴേ എനിക്ക് പേടിയാണ്. അച്ഛാ, അപ്പനും അമ്മ ഇതേ കാപ്പിടിക്കാൻ ഒട്ടുമുറി പോയേക്ക, പെട്ടെന്ന് വിളിച്ചു പറ, പെട്ടെന്ന് വിളിച്ചാൽ അവനെ മാത്രം മതിയെന്ന്. അച്ഛൻ പറഞ്ഞ 2 കാര്യം ഞാൻ അനുസരിച്ചു. ഓക്കെ, നല്ല കാര്യം. ഒരു ചോദ്യം കൂടി അച്ഛൻ ചോദിക്കുള്ളൂ, പിന്നെ ചോദിക്കില്ല. എന്താച്ചാ? നീ കുമ്പസാരിച്ചു, നല്ല കാര്യം. കുർബാന സ്വീകരിച്ചു, നല്ല കാര്യം. അടുത്ത ചോദ്യം, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആര് വസിക്കുന്നു? കൊച്ചേ, ഇപ്പോൾ നിന്റെ ശരീരത്തിൽ ആര് വസിക്കുന്നു? അവൾ പറഞ്ഞു ഈശോ വസിക്കുന്നു. അവനിൽ ഈശോ വസിക്കുന്നുണ്ടോ? അവനിൽ ഈശോ ഉണ്ടോ? അവൾ അല്പം ഒന്ന് പതറി. ഉത്തരം പറയാൻ പറഞ്ഞു. ഇല്ല അച്ഛാ, അവൻ ഒരിക്കലും പ്രാർത്ഥിക്കാറില്ല, എനിക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഉടനെ അവൾക്ക് എടുത്തു കൊടുത്ത വചനം 2 കൊരിന്തോസ് 6-ാം അധ്യായം 15-ഉം 16-ഉം വചനങ്ങളാണ്. 2 കൊരിന്തോസ് 6-ാം അധ്യായം 15-ഉം 16-ഉം തിരുവചനങ്ങൾ ഞാൻ അവന് കൊടുക്കുകയാണ്, അവൾക്ക് കൊടുക്കുക. ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവത്തിൻ്റെ ആലയത്തിന് വിഗ്രഹവുമായി എന്ത് പൊരുത്തമാണുള്ളത്? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ്. എന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ വ്യാപരിക്കുകയും ചെയ്യും. ഞാൻ അവരുടെ ദൈവമായിരിക്കും, അവരെൻ്റെ ജനവുമായിരിക്കും. കൊച്ചേ, വചനത്തിൽ പറയുന്നു ക്രിസ്തുവിന് ബലിയാലുമായി എന്ത് യോജിപ്പാണുള്ളത്? വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? നിന്റെ ശരീരത്തിൽ ഈശോ വസിക്കുന്നു, അവന്റെ ശരീരത്തിൽ ഈശോ ഇല്ല. കൊച്ചേ, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താണ് പൊതുവിലുള്ളത്? ദൈവം ചോദിച്ചുവെങ്കിൽ നിന്നിൽ ഈശോ ഉണ്ട്, അവനിൽ ഈശോ ഇല്ല, ജീവിതം വിജയിക്കുമോ? ഒന്നും മിണ്ടിയില്ല പെങ്കൊച്ച്. അത് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഞാൻ മനസ്സിലാക്കി, ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ എഴുന്നേറ്റ് പോവുക. വിളിച്ച് കൊച്ചെങ്ങ വന്നേ, എന്തി അച്ഛാന്ന് ചോദിച്ചു. നീ എവിടെ പോണ്? ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലല്ലേ? അച്ഛോ, അച്ഛൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ എവിടേക്കാ പോണേ? ഞാൻ ഊട്ടുമുറിയിൽ പോകുന്നു. നീ എന്തിനു പോകുന്നു? എൻ്റെ അപ്പനെയും അമ്മേനെയും അച്ഛൻ്റെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ. എന്തിനു വിളിച്ചു കൊണ്ടുവരാൻ? ഞാൻ അവരെ അച്ഛൻ്റെ മുൻപിൽ കൊണ്ടു നിർത്തും. അച്ഛൻ അവരോട് പറഞ്ഞു, ഈ മകള് പറഞ്ഞിരിക്കുന്നു എനിക്ക് അവനെ വേണ്ട എന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കവനെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞോ? മോളെ, നീ തന്നെ പോയി വിളിച്ചു കൊണ്ടുവാ. അവൾ വിളിച്ചു കൊണ്ടുവന്നു. എന്തി അച്ഛാന്ന് ചോദിച്ചു അപ്പനും അമ്മയും. അവൾ തന്നെ പറയുന്നു. അപ്പോൾ അവൾ കണ്ണു ഇങ്ങനെ കാണിച്ചു, അച്ഛൻ പറ, അച്ഛൻ. ഞാൻ പറഞ്ഞു, നീ പറ. അവൾ പറഞ്ഞു, മമ്മി, ഡാഡി, ഞാൻ തീരുമാനമെടുത്തിരിക്കുന്നു, അവനെ എനിക്ക് വേണ്ട എന്ന്. പ്രൈസ് ദി ലോർഡ്. കൊച്ചെ, എന്തുകൊണ്ട് വേണ്ട എന്ന് നീ തീരുമാനമെടുത്തു എന്നുകൂടെ നീ അവരോട് പറ. അവൾ പറഞ്ഞു, എൻ്റെ ശരീരത്തിൽ ഈശോ വസിക്കുന്നു, അവൻ്റെ ശരീരത്തിൽ
ഈശോ ഇല്ല, അതുകൊണ്ട് എനിക്കവനെ വേണ്ട, ഞാനും അവനുമുള്ള ജീവിതം ശരിയാകില്ല. അവൾ ശരീരത്തിൽ വിശുദ്ധി വരുത്തി, ശരീരത്തിൽ വിശുദ്ധി വരുത്തി. അവൾ പുതിയ സൃഷ്ടിയാണ്.